സെൽസിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ട്രാൻസ്പോർട്ട് മെക്കാനിസം നടക്കുന്നുണ്ട്. അതാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ ഇലക്ട്രോൺസ് ആണ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ മെക്കാനിസം നമുക്കിനി ഡിസ്കസ് ചെയ്യാം. The fourth and final stage of aerobic respiration is the electron transport chain. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ മൈറ്റോകോൺട്രിയയുടെ ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിനിൽ വെച്ചാണ് നടക്കുന്നത്. ഇതിന് സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയപ്പെടുന്നുണ്ട്. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനെ ഷോർട്ട് ഫോമാക്കി ETC എന്നും പറയുന്നു. ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിനിലെ ഇലക്ട്രോൺസിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് 5 പ്രോട്ടീൻ ക്ലസ്റ്റേഴ്സ് ഉണ്ട്, അതായത് 5 എൻസൈം കോംപ്ലക്സസ്. ഇതിലെ ആദ്യത്തെ 4 എൻസൈം കോംപ്ലക്സുകളിലൂടെയാണ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. 5ാമത്തെ എൻസൈം കോംപ്ലക്സ് ATP സിന്തസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു ഓക്സിജൻ ഡിപ്പെൻഡൻറ്റ് പ്രോസസ്സാണ്. ഫ്യൂവൽ മോളിക്യൂളായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്, ഫാറ്റി ആസിഡ്, അമിനോ ആസിഡ് ഇവയൊക്കെ ഫൈനലി ഗെറ്റ് ഓക്സിഡൈസ്ഡ് ഇൻ ടു കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. ഇത് നമ്മൾ സിട്രിക് ആസിഡ് സൈക്കിളിൽ പഠിച്ചു കഴിഞ്ഞതാണ്. സിട്രിക് ആസിഡ് സൈക്കിൾ മെട്രിക്സിലാണ് നടക്കുന്നത്. ഇനി കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും മാത്രമല്ല അവിടെ ഉണ്ടാവുന്നത്, റെഡ്യൂസിങ് ഈക്വലൻസ് ആയിട്ടുള്ള NADHും FADH അവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഈ NADHലും FADHലും സ്റ്റോർ ചെയ്തിട്ടുള്ള ഈ എനർജിയാണ് ATP സിന്തസിസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഈ NADHും FADH ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലെ സബ്സ്ട്രേറ്റ്. ഇവയാണ് ഇലക്ട്രോൺസിനെയും ഹൈഡ്രജനെയും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് മൈറ്റോകോൺട്രിയയുടെ സ്ട്രക്ചറാണ്. ഇതിൽ ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്, ഇന്നർ മെംബ്രെയിൻ ക്രിസ്റ്റയായിട്ട് ഫോം ചെയ്തിട്ടുണ്ട്. ദെൻ സെൻറ്ററിലുള്ളതാണ് മെട്രിക്സ്. അപ്പോൾ പൈറുവേറ്റ് ടു കാർബൺ ഡൈ ഓക്സൈഡ് ആ പാത്ത് വേ സിട്രിക് ആസിഡ് സൈക്കിളിനെ റെപ്രസെൻ്റ് ചെയ്യേണ്ടതാണ്. അവിടെ നിന്ന് ഫോം ആയിട്ടുള്ള NADH ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ആ ഇലക്ട്രോൺസിൻ്റെ ജമ്പിങ് കാണിച്ചിട്ടുള്ളതാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. ഇനി 4 ബ്ലൂ കളറിലുള്ള ആ ഒരു ലൈൻസ് ആണ് എൻസൈം കോംപ്ലക്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദെൻ ഫൈനലി ആ ഇലക്ട്രോൺസ് വാട്ടറായിട്ട് റെഡ്യൂസ് ചെയ്ത് പോവുകയും ATP ADP കാണിച്ചിട്ടുള്ളതാണ് ATP സിന്തസിസ്, 5th എൻസൈം കോംപ്ലക്സ്. അവിടെ ATP ഫോം ചെയ്യുകയും ചെയ്യുന്നു. ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിൻ അയോൺസിനും സ്മോൾ മോളിക്യൂൾസിനും ഇംപെർമിയബിൾ ആണ്. അതുകൊണ്ട് തന്നെ അയോൺസിനെ ഇൻ്റർ മെംബ്രെയിൻ ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കരിയർ പ്രോട്ടീൻസിൻ്റെ ആവശ്യമുണ്ട്. അതിനായിട്ടാണ് നമ്മുടെ ഈ കോംപ്ലക്സ് പ്രോട്ടീൻസ് അവിടെ കാണപ്പെടുന്നത്. എന്നാൽ ഹൈഡ്രജൻ അയോൺസിനെ കോംപ്ലക്സ് പ്രോട്ടീനിലൂടെ ഈസി ആയിട്ട് കടക്കാൻ പറ്റില്ല. അവിടെ അതിന് വേണ്ടിയിട്ടാണ് ഇലക്ട്രോൺസിനെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ NADHലും FADHലും ഹൈഡ്രജൻ അയോൺസ് ഉണ്ട്. ഈ ഹൈഡ്രജനെ NADH നിന്ന് റിമൂവ് ചെയ്ത് H+ഉം ഇലക്ട്രോൺ മൈനസും ആയിട്ട് മാറ്റുന്നു. അതായത് പ്രോട്ടോണും ഇലക്ട്രോണും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഈ ഇലക്ട്രോൺസ് ഈസിയായി കോംപ്ലക്സിലൂടെ പോകും. ദെൻ അതിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓവർവ്യൂ ആണ് പറയുന്നത്. ഈ ഇലക്ട്രോൺസ് ഇങ്ങനെ ഈ ഒരു കരിയർ പ്രോട്ടീൻസിലൂടെ ട്രാൻസ്ഫർ ചെയ്യുന്നത് വഴി അവിടെ ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവുകയും ആ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ ബേസ് ചെയ്തിട്ട് ഈ പ്രോട്ടോൺസിന് ഈ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ പ്രോട്ടീൻ ചാനലിലൂടെ മൂവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഫലമായിട്ട് മെട്രിക്സിലുള്ള H+ അയോൺസ് പ്രോട്ടീൻ കോംപ്ലക്സ് വഴി ഇൻ്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് എത്തിച്ചേരുന്നു. അങ്ങനെ മെട്രിക്സിലുള്ള ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ കുറഞ്ഞ് ഇൻ്റർ മെംബ്രെയിൻ സ്പേസിലെ ഹൈഡ്രജൻ അയോൺ കൂടി വരുന്നു. ഇങ്ങനെ ഒരു പ്രോട്ടോൺ ഗ്രേഡിയൻ, അതായത് പ്രോട്ടോൺ കോൺസെൻട്രേഷൻ ഡിഫറൻസ് ഉണ്ടാക്കാൻ ഈ ഒരു മെക്കാനിസം, ഈ ഒരു ഇലക്ട്രോൺ ഫ്ലോയ്ക്ക് കഴിയുന്നുണ്ട്. ഇത് വെച്ചാണ് ATP സിന്തസിസ് ചെയ്യുന്നത്. അതൊക്കെ എങ്ങനെയാണ് നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇങ്ങനെ ATP സിന്തസിസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത്. ADP മോളിക്യൂളിൽ 2 ഫോസ്ഫേറ്റ് ആണുള്ളത്, അഡിനിൻ ഡൈഫോസ്ഫേറ്റ്. ഇനി ഈ അഡിനോസിൻ ഡൈഫോസ്ഫേറ്റിലെ ഒരു ഇനോർഗാനിക് ഫോസ്ഫേറ്റിനെയും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആയിട്ടുള്ള ഹൈ എനർജി മോളിക്യൂളായ ATP സിന്തസിസ് ആവുന്നത്. അതിനെ ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നു. എന്നാൽ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ റെഡ്യൂസിങ് ഈക്വലൻസ് ആയിട്ടുള്ള NADHനും FADHനും ഓക്സിഡേഷൻ സംഭവിക്കുകയും അതിൻ്റെ ഫലമായി പ്രോട്ടോൺസും ഇലക്ട്രോൺസും മൂവ് ചെയ്യപ്പെടുന്നു. അങ്ങനെയാണ് ഇവിടെ ATP സിന്തസിസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ATP സിന്തസിസിനെ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത്.
ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ 3 ഡിസ്റ്റിങ് സ്റ്റെപ്പിലൂടെയാണ് കടന്നു പോകുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺ പമ്പ് ക്രിയേറ്റ്സ് ആൻ ഇലക്ട്രോകെമിക്കൽ ഗ്രാഡിയൻറ്റ് ദാറ്റ് മീൻസ് എ proton motive force. Then second, oxygen accept electrons and proton to form water. Third one, ATP synthase use the subsequent diffusion of protons to synthesize ATP. ഇതിനൊക്കെ നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇനി ഈ സ്ട്രക്ചറിൽ നിങ്ങൾ കാണുന്നതാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലെ ആ ഒരു 4 എൻസൈം കോംപ്ലക്സസ്. ഇന്നർ മെംബ്രെയിനിൽ അറ്റാച്ച്ഡ് ആയിട്ട് കിടക്കുന്ന ഈ എൻസൈം കോംപ്ലക്സിലൂടെ NADHും FADH അതിൻ്റെ ഇലക്ട്രോൺസിനെയും ഹൈഡ്രജൻ അയോൺസിനെയും ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് കാരണം മെട്രിക്സിൽ നിന്ന് ഇൻ്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് ഹൈഡ്രജൻ ഫ്ലക്സ് ഉണ്ടാകുന്നു. കാരണം ഇലക്ട്രോൺസ് നെഗറ്റീവ് ചാർജാണ്. ഇലക്ട്രോൺസിൻ്റെ അവിടെ മൂവ്മെൻറ്റ് കാരണം ഓക്സിഡേഷനും റിഡക്ഷനും അവിടെ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഈ ഒരു എൻസൈം കോംപ്ലക്സിൽ. അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ആ ഒരു പൊട്ടൻഷ്യൽ വേരിയേഷൻ, ആ ഒരു എനർജി, അത് പ്രോട്ടോൺസിനെ ഓട്ടോമാറ്റിക്കലി അങ്ങോട്ടേക്ക് ഒരു ടെൻഡൻസി ഉണ്ടാക്കുകയാണ് പ്രോട്ടോൺസിനെ മൂവ് ചെയ്യാനുള്ള. ആ ഒരു ഫോഴ്സാണ് പ്രോട്ടോൺ മോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് കാരണം ഉണ്ടായ ആ ഒരു കെമിക്കൽ അല്ലെങ്കിൽ ആ ഒരു എനർജി വേരിയേഷൻ പ്രോട്ടോൺസിനെ ഇവിടെ നിന്ന് മെട്രിക്സിൽ നിന്ന് ഇന്നർ മെംബ്രെയിൻ സ്പേസിലേക്ക് മൂവ് ചെയ്യിപ്പിക്കുന്നു. ആ ഒരു പ്രോട്ടോൺ മോട്ടീവ് ഫോഴ്സ് യൂസ് ചെയ്തിട്ടാണ് ATP സിന്തേസ് കോംപ്ലക്സ് പ്രവർത്തിക്കുന്നതും ATP സിന്തസിസ് ചെയ്യുന്നതും. ഇതാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൻ്റെ റെപ്രസെൻറ്റിങ് ചെയ്യുന്നത്. ഇവിടെ ഗ്രീൻ കളറിലുള്ളതാണ് 4 എൻസൈം കോംപ്ലക്സസ്. ദെൻ ലാസ്റ്റിലെ ആ ഒരു ലോലിപോപ്പ് സ്ട്രക്ചറിൽ റൗണ്ടായിട്ട് കാണിക്കുന്നതാണ് ATP സിന്തേസ് എൻസൈം. എൻസൈം കോംപ്ലക്സ് 1നെ NADH കോഎൻസൈം Q ഓക്സിഡോ റിഡക്റ്റേസ് എന്ന് പറയുന്നു. കോംപ്ലക്സ് 2വിനെ സക്സിനേറ്റ് ഡീഹൈഡ്രോജിനേസ്. കോംപ്ലക്സ് 3 സൈറ്റോക്രോം കോംപ്ലക്സ് എന്നും കോംപ്ലക്സ് 4നെ സൈറ്റോക്രോം ഓക്സിഡേസ് എന്നും പറയുന്നു. കോംപ്ലക്സ് 3നെ സൈറ്റോക്രോം റിഡക്റ്റേസ് എന്നും പറയുന്നുണ്ട്. ദെൻ കോംപ്ലക്സ് 1ലാണ് NADH മോളിക്യൂള് അറ്റാച്ച്ഡ് ആവുന്നത്. കോംപ്ലക്സ് 2വിലെ സക്സിനേറ്റ് ടു ഫ്യൂമറേറ്റ്, അതായത് അവിടെ ഫോം ചെയ്യുന്നത് FADH2 ആണ്. അപ്പോൾ റെഡ്യൂസിങ് ഈക്വലൻ്റ് ആയിട്ടുള്ള FADH2 വരുന്നത് കോംപ്ലക്സ് 2വിലാണ്. കോംപ്ലക്സ് 3യിലേക്ക് റെഡ്യൂസിങ് ഈക്വലൻസ് ഒന്നും വരുന്നില്ല. ബട്ട് ഈ ഒരു ഫസ്റ്റ് കോംപ്ലക്സും സെക്കൻഡ് കോംപ്ലക്സും പ്രൊവൈഡ് ചെയ്യുന്ന ഇലക്ട്രോൺസിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് കോംപ്ലക്സ് 3യും കോംപ്ലക്സ് 4ഉം ചെയ്യുന്നത്. അപ്പോൾ സബ്സ്ട്രേറ്റ് വരുന്നത് കോംപ്ലക്സ് 1ലും കോംപ്ലക്സ് 2വിലുമാണ്. ഇതിന് ഓരോ കോംപ്ലക്സുകളിലും അവിടെ എന്താണ് മെക്കാനിസം നടക്കുന്നതെന്നും ഇനി നോക്കാം. ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ 5 ഡിസ്റ്റിങ് എൻസൈം കോംപ്ലക്സുകളായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് കോംപ്ലക്സ് 1, 2, 3 to 4, 5 ആയിട്ട് അതിനെ ഡിനോട്ട് ചെയ്യുന്നിരിക്കുന്നു. ഇനി കോംപ്ലക്സ് 1 to 4 ആണ് ഇലക്ട്രോൺ കാരിയേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. കോംപ്ലക്സ് 5 ATP സിന്തസിസിനാണ് ചെയ്യുന്നത്. ദെൻ ഈ ഒരു 5 എൻസൈം കോംപ്ലക്സുകൾ കൂടാതെ ഇൻ ബിറ്റ്വീൻ മൊബൈൽ കാരിയേഴ്സ് ആയിട്ട്, അതായത് ഈ ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്യാനും റിലീസ് ചെയ്യാനും ഇൻ ബിറ്റ്വീൻ ആക്ട് ചെയ്യുന്ന പ്രോട്ടീൻ ചാനൽസും ഉണ്ട്. അവ കോഎൻസൈം Q, സൈറ്റോക്രോം C ആൻഡ് സൈറ്റോക്രോം C, A, B എന്നിങ്ങനെയാണ് ആ ഒരു എൻസൈം കോംപ്ലക്സസ്. ഇതാണ് 4 എൻസൈം കോംപ്ലക്സ്. എൻസൈം കോംപ്ലക്സ് 1 NADH കോഎൻസൈം Q റിഡക്റ്റേസ്. കോംപ്ലക്സ് 2 സക്സിനേറ്റ് കോഎൻസൈം Q റിഡക്റ്റേസ്. കോംപ്ലക്സ് 3 സൈറ്റോക്രോം C റിഡക്റ്റേസ്. കോംപ്ലക്സ് 4 സൈറ്റോക്രോം C ഓക്സിഡേസ്. ഇതിൻ്റെ ഡീറ്റെയിൽ മെക്കാനിസം നോക്കാം. ഇതാണ് അതിൻ്റെ ഒരു ഓവർവ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോംപ്ലക്സ് 1 മേലെയുണ്ട്, ദെൻ കോംപ്ലക്സ് 2 താഴെ. ദെൻ ഈ രണ്ടിൽ നിന്നും ഇലക്ട്രോൺസ് കോഎൻസൈം Q വാങ്ങി കോംപ്ലക്സ് 3ക്ക് കൊടുക്കുന്നു. കോംപ്ലക്സ് 3 അത് കോംപ്ലക്സ് 4ന് കൊടുക്കുന്നു. കോംപ്ലക്സ് 4ൽ വെച്ച് അവിടേക്കൊരു ഓക്സിജൻ മോളിക്യൂൾ റെഡ്യൂസ് ആവുകയും ആ വാട്ടർ ഫോർമേഷന് കാരണമാവുകയും ചെയ്യുന്നു. എന്താണ് കോംപ്ലക്സ് 1? ഓരോ കോംപ്ലക്സിനെ നമുക്ക് അതിൻ്റെ മെക്കാനിസം മാത്രം സെപ്പറേറ്റ് പഠിക്കാം. ഇനി കോംപ്ലക്സ് 1ലേക്കാണ് റെഡ്യൂസിങ് ഈക്വലൻ്റ് ആയ NADH ഇലക്ട്രോൺസുമായിട്ട് വരുന്നത്.
NADH NAD ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിലൂടെ H+ ആൻഡ് ഇലക്ട്രോൺ മൈനസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഈ ഇലക്ട്രോൺ FMN റിസീവ് ചെയ്യുകയും FMN റെഡ്യൂസായി അതിൻ്റെ ഇലക്ട്രോൺസ് ദെൻ അയൺ സൾഫർ ക്ലസ്റ്ററിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ദെൻ അയൺ സൾഫർ സെൻറ്റർ അത് കോഎൻസൈം ക്യൂവിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ ഈ ഇലക്ട്രോണിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഈ 2 സെൻറ്റേഴ്സ്, പ്രോട്ടീൻ സെൻറ്റേഴ്സാണ് ഹൈഡ്രജൻ അയോണിനെ കോംപ്ലക്സ് 1ലേക്ക് മൂവ് ചെയ്യിപ്പിക്കാനുള്ള ഒരു പ്രോട്ടോൺ മോട്ടീവ് ഫോഴ്സ്, അതായത് ഇലക്ട്രോ കെമിക്കൽ ഗ്രാഡിയൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 ഇലക്ട്രോൺസ് പോകുന്നത് വഴി 4 പ്രോട്ടോൺസ് ആണ് കോംപ്ലക്സ് 1 വഴി മെട്രിക്സിൽ നിന്നും ഇൻ്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത് നമുക്ക് ഒന്നും കൂടെ പറയാം. കോംപ്ലക്സ് 1നെ NADH കോഎൻസൈം Q ഓക്സിഡോ റിഡക്ടേസ് എന്നോ NADH ഡീഹൈഡ്രോസിനേസ് എന്നും പറയുന്നുണ്ട്. ഇലക്ട്രോൺസ് NADHൽ നിന്നുള്ള ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്യലാണ് കോംപ്ലക്സ് 1ൻ്റെ ഡ്യൂട്ടി. കോംപ്ലക്സ് 1ൽ നിന്ന് ഫ്ലാവിൻ മോണോന്യൂക്ലിയോടൈഡാണ് ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഫ്ലാവിൻ മോണോന്യൂക്ലിയോടൈഡ് അതിനെ ആക്സെപ്റ്റ് ചെയ്ത് റിഡക്ഷൻ നടക്കുന്നു. ദെൻ ആ ഇലക്ട്രോൺസിനെ FeSലേക്ക് കൊടുക്കുന്നു. അപ്പോൾ അവിടെ ഓക്സിഡേഷൻ നടന്നു. അപ്പോൾ അങ്ങനെ റിഡോക്സ് റിയാക്ഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഇലക്ട്രോ കെമിക്കൽ എനർജിയാണ് പ്രോട്ടോൺസിനെ മെട്രിക്സിൽ നിന്നും ഇൻ്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് കടത്തിവിടുന്ന പ്രോട്ടോൺ മോട്ടീവ് ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇനി കോംപ്ലക്സ് 2വിലെ സക്സിനേറ്റ് ഫ്യൂമർ സിട്രിക് ആസിഡ് സൈക്കിളിലെ ഒരു സ്റ്റെപ്പാണ് സക്സിനേറ്റ് കൺവേർട്ടഡ് ടു ഫ്യൂമറേറ്റ്. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് FADH2 ഫോം ചെയ്യുന്നുണ്ട്. ഇനി കോംപ്ലക്സ് 2വിലെ FADH2 ആണ് സബ്സ്ട്രേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. FADH2വിൽ നിന്ന് ഇലക്ട്രോൺ സെയിം നമ്മുടെ NADHൽ നടന്ന പോലെ FADH2 FAD ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് വഴി ഇലക്ട്രോണും ഹൈഡ്രജൻ അയോണും ഫോം ചെയ്യുന്നുണ്ട്. ഈ ഇലക്ട്രോൺസിനെ അയൺ സൾഫർ ക്ലസ്റ്ററാണ് റിസീവ് ചെയ്യുന്നത്. അത് നേരെ കോഎൻസൈം ക്യൂവിലേക്ക് കൊടുക്കുന്നു. ഇവിടെ ആ ഒരു റിഡോക്സ് റിയാക്ഷൻ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രോട്ടോൺസിനെ പമ്പ് ചെയ്യാനുള്ള ഒരു ഇലക്ട്രോ കെമിക്കൽ ഗ്രാഡിയൻറ്റും ഇവിടെ സംഭവിക്കുന്നില്ല. സോ പ്രോട്ടോൺസ് ഈ ഒരു കോംപ്ലക്സിലൂടെ കടന്നു പോകുന്നില്ല. ഇനി കോംപ്ലക്സ് 1ൽ നിന്നും കോംപ്ലക്സ് 2വിൽ നിന്നും ഇലക്ട്രോൺസ് കോഎൻസൈം ക്യൂവിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു. നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ് കോംപ്ലക്സ് 2നെ സക്സിനേറ്റ് ഡീഹൈഡ്രോജിനേസ് ഓർ സക്സിനേറ്റ് കോഎൻസൈം ക്യൂ റിഡക്ടേസ് എന്ന് പറയുന്നുണ്ട്. സക്സിനേറ്റ് ഫ്യൂമറേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് വഴി ഫോം ചെയ്യുന്ന FADH2വിൽ നിന്ന് ഇലക്ട്രോൺസിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന കോംപ്ലക്സ് ആയിട്ടാണ് കോംപ്ലക്സ് 2 ആക്ട് ചെയ്യുന്നത്. ദെൻ കോഎൻസൈം ക്യൂ ഇലക്ട്രോൺസിനെ കോംപ്ലക്സ് 1ൽ നിന്നും കോംപ്ലക്സ് 2വിൽ നിന്നും റിസീവ് ചെയ്ത് കോംപ്ലക്സ് 3യിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇതാണ് കോംപ്ലക്സ് 3. കോംപ്ലക്സ് 3യിലെ സബ്സ്ട്രേറ്റ് ഒന്നുമില്ല. കോംപ്ലക്സ് 3യും കോംപ്ലക്സ് 4ഉം ഇലക്ട്രോൺസിനെ റിസീവ് ചെയ്യുകയും അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി കോഎൻസൈം ക്യൂ കോംപ്ലക്സ് 3യിലുള്ള അയൺ സൾഫർ ക്ലസ്റ്ററിലേക്കാണ് ആദ്യം ഇലക്ട്രോൺസിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ദെൻ അയൺ സൾഫർ ക്ലസ്റ്റർ അതിനെ സൈറ്റോക്രോം B, ഒരു മൊബൈൽ കാരിയറാണ്, അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും സൈറ്റോക്രോം Bയിൽ നിന്ന് ഇലക്ട്രോൺസിനെ സൈറ്റോക്രോം C1ലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ദെൻ സൈറ്റോക്രോം C1ൽ നിന്ന് ഇലക്ട്രോൺസിനെ സൈറ്റോക്രോം Cയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ഇത്രയും ട്രാൻസ്ഫറിങ് ആണ് കോംപ്ലക്സ് 3യുടെ മെക്കാനിസം എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താ ഉണ്ടായത്? കോംപ്ലക്സ് 1ൽ നിന്നും കോംപ്ലക്സ് 2വിൽ നിന്നും കോഎൻസൈം ക്യൂ റിസീവ് ചെയ്ത ഇലക്ട്രോൺസിനെ കോംപ്ലക്സ് 3യിലുള്ള അയൺ സൾഫർ ക്ലസ്റ്റർ റിസീവ് ചെയ്യുന്നു. ദെൻ ആ ഇലക്ട്രോൺസിനെ സൈറ്റോക്രോം B, C1 എന്നിങ്ങനെ ഉള്ള മൊബൈൽ കാരിയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ദെൻ സൈറ്റോക്രോം C1 സൈറ്റോക്രോം Cയിലേക്ക് അതിനെ ഇലക്ട്രോൺസിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഈ ഒരു ട്രാൻസ്ഫറിൻ്റെ ഭാഗമായിട്ട് തന്നെ ആ ഒരു റിഡക്ഷൻ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഓട്ടോമാറ്റിക്കലി ഈ ഒരു റിഡോക്സ് റിയാക്ഷൻ കാരണം അവിടെ പ്രോട്ടോൺ മോട്ടീവ് ഫോഴ്സ് ഫോം ചെയ്യുകയും മാട്രിക്സിൽ നിന്ന് 4 ഹൈഡ്രജൻ അയോൺസിനെ കോംപ്ലക്സ് 3 വഴി ഇൻ്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കാരണമാവുകയും ചെയ്യുന്നു.
This complex is also called cytochrome oxidoreductase. Complex 3 pump proton through the membrane and passes the electron to cytochrome C to transport the electron to the fourth complex. ഇതാണ് ഫോർത്ത് കോംപ്ലക്സ്. ഫോർത്ത് കോംപ്ലക്സിലെ സൈറ്റോക്രോം സി അതിൻ്റെ ഇലക്ട്രോൺസിനെ സൈറ്റോക്രോം എക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. സൈറ്റോക്രോം എ ഇലക്ട്രോൺസിനെ സൈറ്റോക്രോം A3യിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. സൈറ്റോക്രോം A3യിൽ നിന്നും ഇലക്ട്രോൺസ് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. ഓക്സിജൻ മോളിക്യൂളിനെ ഈ ഇലക്ട്രോൺസ് ആണ് അവസാനം എന്ന് പറഞ്ഞാൽ സൈറ്റോക്രോം A3 വരെ എത്തിയ ഇലക്ട്രോൺസിനെ പിന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ അവിടെ വരുന്നത് ഓക്സിജൻ മോളിക്യൂളാണ്. അങ്ങനെ ഓക്സിജൻ ഇലക്ട്രോൺസിനെ വാങ്ങി റെഡ്യൂസായി. കാരണം ഓക്സിജന് ഇലക്ട്രോൺസുമായിട്ട് നല്ല അഫിനിറ്റി ഉണ്ട്. അപ്പോൾ ഇലക്ട്രോൺസിനെ കണ്ടപ്പോൾ ഓക്സിജൻ അത് വാങ്ങി, എന്നിട്ട് O- ആയിട്ട് മാറി. O2 എന്നുള്ളത് O- അയോണായിട്ട് മാറി. ദെൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഹൈഡ്രജൻ അയോൺസ് ഇവിടേക്ക് ജമ്പ് ചെയ്ത് വരുന്നുണ്ട്. അതിൽ 2 ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്ത് വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്യുന്നത് ഈ കോംപ്ലക്സ് 4ൽ വെച്ചാണ്. ഇനി ഇവിടെ 2 ഹൈഡ്രജനാണ് ഒരു ഓക്സിജൻ ആറ്റുമായിട്ട് കമ്പൈൻ ചെയ്യുന്നത്. അങ്ങനെ റെസ്പിറേറ്ററി ചെയിൻ വഴി വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്ത് പോയി കോംപ്ലക്സ് 4ൽ വെച്ച്. ഇനി ഹൈഡ്രജൻ അയോൺസ് ഹയർ കോൺസെൻട്രേഷൻ ഇപ്പോൾ ഇൻ്റർ മെംബ്രെയിൻ സ്പേസിലാണ്. മെട്രിക്സിൽ ഉണ്ടായിരുന്ന പ്രോട്ടോൺസ് എല്ലാം കോംപ്ലക്സ് വഴി ഇൻ്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു. കോംപ്ലക്സ് 4ൽ 2 ഹൈഡ്രജൻ അയോൺസ് ആണ് മെട്രിക്സിൽ നിന്ന് ഇൻ്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ ബാക്കിയുള്ള ഹൈഡ്രജൻ അയോൺസൊക്കെ കോംപ്ലക്സ് 5 വഴിയാണ് തിരിച്ച് മെട്രിക്സിലേക്ക് റിട്ടേൺ ചെല്ലുന്നത്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, സ്വാഭാവികമായും മെട്രിക്സിലിപ്പോൾ ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ റെഡ്യൂസ് ചെയ്യപ്പെട്ടിരിക്കുകയും ഇൻ്റർ മെംബ്രെയിൻ സ്പേസിലെ ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹോമിയോസ്റ്റാസിസിനെ അത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി സെൽസ് എന്ത് ചെയ്യും, ഹയർ ടു ലോവർ കോൺസെൻട്രേഷനിലേക്ക് ഹൈഡ്രജൻ അയോൺസിനെ മൂവ് ചെയ്യിപ്പിക്കും. അങ്ങനെ ഇൻ്റർ മെംബ്രെയിൻ സ്പേസിലെ കോൺസെൻട്രേഷനും മെട്രിക്സിലെ കോൺസെൻട്രേഷനും ഈക്വൽ ആക്കും. ഇതാണ് കോംപ്ലക്സ് 5ലെ ATP സിന്തസിസിന് വേണ്ടി യൂസ് ചെയ്യുന്ന എനർജി. ഈ ഹൈഡ്രജൻ അയോൺസ് മൂവ് ചെയ്യുന്നത് കാരണമാണ് അവിടെ ATP സിന്തസിസ് നടക്കുന്നത്. അപ്പോൾ കോംപ്ലക്സ് 4ൽ എന്തൊക്കെ റിയാക്ഷൻസ് നടന്നെന്ന് ഒന്നുകൂടെ നോക്കാം. ഫോർത്ത് കോംപ്ലക്സിലെ സൈറ്റോക്രോം പ്രോട്ടീൻസ് ആയിട്ടുള്ള Aയും A3യും ആണ് കോംപ്ലക്സ് 3 ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള ഇലക്ട്രോൺസിന് റിസീവ് ചെയ്യുന്നത്. ഈ കോംപ്ലക്സിലൊരു ഹീം പാർട്ടിക്കിൾ ഉണ്ട്. ഈ ഹീമിനകത്ത് അയേണും കോപ്പറും ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവയാണ് മോളിക്കുലർ ഓക്സിജനെ സേവ് ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ ഹൈഡ്രജൻ അയോൺസുമായിട്ട് കമ്പൈൻ ചെയ്ത് വാട്ടർ മോളിക്യൂൾ ഫോം ചെയ്യുന്നതിനാവശ്യമായ ഓക്സിജനെ പ്രൊവൈഡ് ചെയ്യുന്നത് കോംപ്ലക്സ് 4ലെ ഈ ഹീം പാർട്ടിക്കിളാണ്. ഹൈഡ്രജൻ അയോൺസിനെ ബാക്കിയുള്ള ഇപ്പോൾ ഇൻ്റർ മെംബ്രെയിൻ സ്പേസിൽ ഹയർ കോൺസെൻട്രേഷനിലുള്ള ഈ ഹൈഡ്രജൻ അയോൺ കോംപ്ലക്സ് 5 വഴി തിരിച്ച് മെട്രിക്സിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നു. ഇതിനെയാണ് കെമി ഓസ്മോസിസ് എന്ന് പറയുന്നത്. അത് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ പ്രോസസ്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ.